കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ഇ.ഡി. കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ ജനം ടിവിക്ക്. നടന്നത് കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ. 28 പേരിൽ നിന്ന് പ്രതികൾ തട്ടിയെടുത്തത് 7,22,00,000 രൂപ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജന, 28 പേരിൽ നിന്നായി തട്ടിയെടുത്ത 7,22,00,000 രൂപയിൽ 3 കോടി രൂപയും ഇടവകയ്ക്ക് കൈമാറിയതായിട്ടാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി തുക മെഡിക്കൽ കോളേജിന്റെ കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗപ്പെടുത്തി. പരാതി ഉയർന്നതോടെ 6,27,00,000 രൂപ തിരികെ നൽകി. കാരണം 28 പേരും പരാതിയുമായി തങ്ങളുടെ പണം നഷ്ടപ്പെട്ടുവെന്നും കോഴ വാങ്ങി അതിനുശേഷം അഡ്മിഷൻ നൽകിയില്ല എന്ന പരാതിയുമായി മുന്നോട്ട് വന്നു. ഇങ്ങനെ പരാതി ശക്തമായതോടുകൂടി ഇതിൽ 6,27,00,000 രൂപ തിരികെ നൽകി. 95 ലക്ഷത്തോളം രൂപ വീണ്ടും തിരികെ നൽകാനുണ്ട്. തുടർന്നാണ് പരാതിക്കാർ ആ പരാതിയിൽ ഉറച്ചു നിന്നത്. ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞുവെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. കേസ് ഒത്തുതീർപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 6,27,00,000 രൂപ നൽകിയത്. MBBS സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് കോഴ വാങ്ങിയത് ബിഷപ്പ് ധർമ്മരാജ് റൊസാലവും ഒപ്പം തന്നെ സഭാ സെക്രട്ടറിയായ ബെനറ്റ് അബ്രഹാമും ചേർന്നാണ് എന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തട്ടിയെടുത്ത പണം മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയോ എന്ന സംഭവം, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണം നടക്കുമെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കേസിൽ ഒന്നാം പ്രതിയായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സൗത്ത് കേരള മെഡിക്കൽ മിഷനെയാണ് ഒന്നാം പ്രതിയായി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാം പ്രതി ധർമ്മരാജ് റൊസാലവും മൂന്നാം പ്രതി ബെനറ്റ് അബ്രഹാമും മറ്റൊരാൾ തങ്കരാജും ആണ്. ടി പ്രവീണാണ് അഞ്ചാം പ്രതി. ഷിജി എന്ന ജീവനക്കാരി ആറാം പ്രതിയാണ്. ഇങ്ങനെയാണ് 6 പ്രതികളാണ് ആകെ കുറ്റപത്രത്തിൽ ഉള്ളത് എന്നുമാണ് കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ നൽകുമ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകളും ക്രമക്കേടുകളുമാണ് നടത്തിയിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ പ്രഥമദൃഷ്ട്യാ പ്രതികൾ ചെയ്തതായി വ്യക്തമായതായും പറയുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്നു ബെനറ്റ് എബ്രഹാം. കോളേജ് ഡയറക്ടർ കൂടിയായിരുന്നു ബെനറ്റ് എബ്രഹാം. ഈ ബെനറ്റ് എബ്രഹാമും ഒപ്പം തന്നെ ധർമ്മരാജ് റൊസാലവുമാണ് തട്ടിപ്പുകൾക്ക് എല്ലാം തന്നെ ചുക്കാൻ പിടിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പണം വാങ്ങുന്നതിന് ചുക്കാൻ പിടിച്ചത്. 2016 മുതൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് തലവരിപ്പണം വാങ്ങി എന്നതായിരുന്നു പരാതി. കേരളത്തിന് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളടക്കം ഈ പരാതിയുമായി രംഗത്ത് വന്നു. MBBS സീറ്റ് വാഗ്ദാനം ചെയ്ത് ഇത്തരത്തിൽ പണം തട്ടുകയായിരുന്നു. വാഗ്ദാനം ചെയ്ത സീറ്റ് പിന്നീട് ലഭിച്ചില്ല. അതിനുശേഷം അഡ്മിഷൻ പൂർത്തിയായ ശേഷം അടുത്ത വർഷം അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞ് വീണ്ടും കബളിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മാത്രമല്ല, ഈ സഭയുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗിൽ 28 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. തുടർന്ന് പ്രാദേശികമായി പോലീസ് സ്റ്റേഷനുകളിൽ വെള്ളറട, നെയ്യാറ്റിങ്കര, മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തത്. വിശദമായ അന്വേഷണം നടത്തി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിലാണ് കൃത്യമായി ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ ഉള്ളത്. തട്ടിപ്പ് കൃത്യമായി എത്ര പണമാണ് എന്നത് കൂടി വ്യക്തമാകുന്നത്. അങ്ങനെയാണ് 7,22,00,000 രൂപയുടെ സാമ്പത്തിക തട്ടിപ്പാണ് പ്രതികൾ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുള്ളത്. അഞ്ജന, ജിജീഷ്, 28 പേരിൽ നിന്നാണ് പ്രതികൾ തട്ടിയെടുത്തത് ഏകദേശം 7,22,00,000 രൂപ. ഈ ആളുകളിലേക്ക് തിരിച്ച് ഈ പണം എത്തിക്കുന്നതിലോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു നടപടികളുടെ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും വ്യക്തമായ ധാരണകളുണ്ടോ? അഞ്ജന, നിലവിൽ ഇവർക്ക് ലഭിക്കാനുള്ളത് 95 കോടിയോളം രൂപയാണ് ഈ പരാതിക്കാർക്ക് ലഭിക്കാനുള്ളത്. മറ്റു തുകകൾ ഈ പ്രതിപട്ടികയിലുള്ള ആളുകൾ തന്നെ അവർക്ക് തിരികെ നൽകി. അതായത് കേസുമായി അവർ മുന്നോട്ട് പോവുകയും പരാതിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ക്രൈംബ്രാഞ്ച് അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ സമീപിക്കുകയും ചെയ്തപ്പോൾ ഇവർക്ക് ആ പണം തിരികെ നൽകി. എന്നാൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പണം തിരികെ നൽകുന്നതിനുള്ള നടപടികൾ എന്ന് പറയുന്നത് കോടതി നടപടികൾക്ക് ശേഷമായിരിക്കും. ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള പണം പിന്നീട് ഈ നഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ തലവരിപ്പണം നൽകിക്കൊണ്ട് സീറ്റ് ലഭിക്കാതെ വഞ്ചിക്കപ്പെട്ട ആളുകൾക്ക് ലഭിക്കും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുമ്പോൾ വിദേശത്തേക്ക് ഈ പണം കൊണ്ടുപോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ക്ഷമാ ലംഘനവുമായി ബന്ധപ്പെട്ട് വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. എന്നാൽ ഈ പണത്തിൽ ഇത്തരത്തിൽ തലവരിപ്പണം വാങ്ങി വലിയ തുക സ്വരൂപിച്ചതിന് ശേഷം അത് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള
നടത്തിയിട്ടുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്യും. നേരത്തെ ഈ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണ സംഘം പരിശോധനകൾ നടത്തിയിരുന്നു, റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിനെ തുടർന്ന് ഈ അഡ്മിഷൻ കള്ളപ്പണം വിദേശ നാണ്യവിനിമയം ലംഘിച്ച് കടത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ആ അന്വേഷണം ഉണ്ടായത്. തുടർന്ന് കോളേജിലും ബെനറ്റ് എബ്രഹാം, പ്രവീൺ എന്നിവരുടെ വീടുകളിലും റെയ്ഡ് നടത്തി. ഒപ്പം തന്നെ ഈ റെയ്ഡ് നടക്കുന്ന സ്ഥലത്ത് ധർമ്മരാജ് റസാലത്തെ ED അവിടെ നിന്നും പോകാൻ ശ്രമിക്കുമ്പോൾ, വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ധർമ്മരാജ് റസാലത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തടഞ്ഞു വയ്ക്കുന്നതും പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്തത്. തുടർന്ന് പല തവണയായി ബെനറ്റ് എബ്രഹാമിനെയും പ്രവീണിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവരുടെ വീടുകളിലും ഓഫീസുകളിലും അടക്കം നടത്തിയിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് കേസ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിനിടയിൽ ധർമ്മരാജ് റസാലത്തിന് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് നൽകി, അന്തിമ റിപ്പോർട്ട് നൽകി. എന്നാൽ ഈ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതി പൂർണ്ണമായും തന്നെ തള്ളുകയും കൂടുതൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ 2016 മുതൽ തന്നെ തട്ടിപ്പ് നടക്കുന്നുണ്ട്, ഈ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നും കോഴ വാങ്ങിയിട്ടുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ കൂടുതൽ ഈ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞുവെങ്കിൽ കൂടി കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങുന്നത്. ശരി. കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ED കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ ജനം ടിവിക്ക്. നടന്നത് കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ. 28 പേരിൽ നിന്ന് പ്രതികൾ തട്ടിയെടുത്തത് 7,22,00,000 രൂപ. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.